എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സുചിത്രയ്ക്ക് നല്ല 8ന്റെ പണിയായിട്ടാണ് അനുഗ്രഹം അങ്ങോട്ടേക്ക് വന്നേ. കാരണം അനുഗ്രഹയോട് വരവോടുകൂടി സുചിത്രയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടിക്കണം, അല്ലെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇത്രയും കാലം അടുക്കള കയറി ജോലികളൊന്നും ചെയ്യാത്ത താന്, പിന്നെ അതോടൊപ്പം തന്നെ റൂമിലാണെങ്കിൽ അവളുടെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ, ഇതിപ്പം തന്റെ വീടാണോ അതോ ഇനിയിപ്പോ അവളുടെ വീടാണോ എന്നൊരു ചിന്ത പോലും സുചിത്രയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതിനേക്കാൾ ഉപരി വിനോദമായിട്ടുള്ള ഇവളുടെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല. വിനോദിനെ ഇവള് മയക്കെടുക്കുമെന്നാ തോന്നുന്നത്. ഈ വീട്ടിലുള്ളവരെല്ലാം ഇവള് കറക്കിയെടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും വിനോദിനെയും കറക്കിയെടുക്കും. അത് പാടില്ല. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും സുചിത്രയുടെ ഉള്ള ഉറക്കം നഷ്ടപ്പെട്ടു. ആ സമയം അവള് അനുഗ്രഹ വിനോദിനെ വിളിക്കുകയാണ് ഗുഡ് നൈറ്റ് പറയാനായിട്ട്. സുചിത്രയ്ക്ക് ആകെപ്പാട് ടെൻഷൻ. ഈ പാതിരാത്രി സമയത്ത് അവൾ എന്തിനാ വിനോദിനെ വിളിച്ച് ഗുഡ് നൈറ്റ് ഒക്കെ പറയണേ. അങ്ങനെ ഗുഡ് നൈറ്റ് പറയുന്ന സമയത്തൊക്കെ അടക്കി പിടിച്ച് സുചിത്ര കിടക്കുകയാണ്. വിനോദിനെ ഒന്ന് കാണുന്നുണ്ട്. നാളെ താനെ ഇവളെ വിളിച്ചാൽ ഫോൺ എടുക്കേണ്ടെന്ന് പറയണം. ഇനി ഇവളുമായിട്ട് ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവനുമായിട്ടുള്ള എല്ലാ താൻ ഫ്രണ്ട്ഷിപ്പും എല്ലാം കട്ട് ചെയ്യും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് സുചിത്രയുടെ. അങ്ങനെയാണ് സുചിത്ര ഉറങ്ങാൻ കിടക്കണേ. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ തന്നെ രാവിലെ തന്നെ അനുഗ്രഹം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് എഴുന്നേറ്റ് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അടുക്കള പ്രിയാമണി ചായയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ആ സമയത്ത് അനുഗ്രഹം എന്നിട്ട് പറഞ്ഞു, അതെ ഞാനും കൂടെ കൂടാ അമ്മയെന്ന് പറയണ. വേണ്ട, മോള് പോയി ഫ്രഷ് ആയിട്ട് പോരെ, മോൾക്ക് ജോലിക്ക് പോകണ്ടല്ലേ നിൽക്കും. അതൊന്നും സാരമില്ല, ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രിയാമണിയോട് കൂടുകയാണ്. അനുഗ്രഹയ്ക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. കാരണം കുറെ ആൾക്കാരൊക്കെ ഉള്ളിടത്ത് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും സംസാരിച്ച് അവരോടൊപ്പം ചേർന്ന് ഫുഡ് ഉണ്ടാക്കാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് സുചിത്ര എഴുന്നേറ്റ് വരുന്നത്. സുചിത്ര എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി അവരൊക്കെ ഇരുന്ന് ഭയങ്കര സംസാരിച്ച് ചായ കുടിച്ചോണ്ടിരിക്കുക. സുചിത്രനെ കണ്ട മട്ടിൽ തന്നെ പ്രിയാമണി പറഞ്ഞു, കണ്ടു പഠിക്കുക അനുഗ്രഹനെ. അവള് രാവിലെ എഴുന്നേറ്റ് കുളിയെ കഴിഞ്ഞ് പൂജാമുറി കയറി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എന്നോടൊപ്പം സഹായിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ, അല്ലാതെ വേറെ ഉദിക്കുന്നോളം വരെ കിടന്നുറങ്ങുമല്ല ചെയ്യേണ്ടതെന്ന് പറയാം. ഓ ഇപ്പം എനിക്കിപ്പം ഇല്ലാത്ത കുറ്റമൊന്നുമില്ലല്ലേ, എന്നാ ശരി ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറയണം. വീട്ടിലേക്ക് പോകാൻ പറഞ്ഞൊന്നുമല്ലോ, കണ്ടു പഠിക്കണമെന്ന് പറയണം. കിടന്നുറങ്ങേണ്ട സമയം പ്രായമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞെന്ന് പറയാണ്. കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വം വേണമെന്ന് പറയാം. സുചിത്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടിക്കണം, തനിക്കിട്ടുള്ള പാര എന്ന് കരുതി സുചിത്ര മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് ചിപ്പിമോളെ രാവിലെ ഇരുത്തി പഠിപ്പിക്കുവാണ് ഇഷിത. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പിമോൾ ഓരോ ഡൗട്ടുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷ് വന്നിട്ട് പറഞ്ഞു, അതെ ഇന്ന് തിരക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് വൈകുന്നേരം. എന്ത് പറ്റി? അല്ല അത് പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു പറയാം. കാര്യം എന്താന്ന് പറയാം, നമുക്ക് പുറത്തു പോകാലോ, ഹോട്ടലിൽ പോയി വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചാലോന്ന് ചോദിക്കാം. പുറത്തു പോകാനാ? നമ്മൾ രണ്ടുപേരും തന്നെയല്ല, ചിപ്പിമോളെ കൊടുക്കണ്ട, 3 പേർ കൂടെ പോകാന്ന് പറയാണ്. ഇത് കേട്ടതും ഇഷിത ഒന്ന് ആലോചിച്ചു. എന്തിനായിരിക്കും പോലും പുറത്തു പോകുന്നത്? എന്തേലും കള്ളത്തരം ഉണ്ടോ, ഇനി എന്തേലും രഹസ്യങ്ങൾ പൊട്ടിക്കാനുണ്ടോന്ന് ചോദിക്കും. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കൊണ്ടാൻ വഴിയുള്ളതല്ല. ഇത് കേട്ടപ്പോൾ മഹേഷ് ഒന്നും ഞെട്ടി. മഹേഷിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് മഹേഷ് പറഞ്ഞു, എന്ത് രഹസ്യം? ഒരു രഹസ്യം ഇല്ലാന്ന് പറയണം. എന്നാ ശരി ആയിക്കോട്ടെ, വൈകിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാം. ചിപ്പുമ്പോൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നമുക്ക് പുറത്തു പോകാന്ന് പറയണം. അങ്ങനെ ആ ഒരു കാര്യം ഫിക്സ് ചെയ്യുവാണ്. പക്ഷേങ്കില് മഹേഷിന്റെ ഉള്ളിൽ തീയായിരുന്നു. പിന്നീട് പതിവ് പോലെ തന്നെ ഇഷിത ഡ്യൂട്ടിക്ക് ഇറങ്ങി. ചിപ്പിമോളെ സ്കൂളിലേക്ക് വിട്ടു. പിന്നീട് മഹേഷ് നേരെ സ്വപ്നവല്ലിയുടെ രാമനാഥന്റെ അരിയിലേക്ക് വരുവാണ്. വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല അമ്മയെന്ന് പറയണ. എന്താ മോനെ, കാര്യം എന്താന്ന് പറ. അത് പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്ന. ആദ്യം വിളിച്ച കാര്യം വൈകുന്നേരം ഹോട്ടലിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഇഷിത മാപ്പ് പറയണം പോലും. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഒരു കാരണവശാലും താന് ഡാഡിയായിട്ട് നിങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോ രാമനാഥൻ പറഞ്ഞു, ഇതൊരു കുടുക്കാണല്ലോ മോനെന്ന് പറയണം. അതെ, കാരണം അവിടെ വെച്ച് ഇഷിതയോട് രചന വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ആ സമയത്ത് ഇഷിത അവളെ തള്ളിയിടുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് മാപ്പ് പറയണം എല്ലാവരുടെയും മുന്നിൽ വെച്ചെന്ന്. ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ, എനിക്കറിയത്തില്ല. ഇഷിതനെ കൂട്ടിക്കൊണ്ട് പോകാന്ന് ഓർത്തിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ആദ്യം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഇഷിതയുടെ പെരുമാറ്റം എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ആദ്യം ചിലപ്പോൾ ആരാന്നുള്ള സത്യങ്ങളൊക്കെ ചിലപ്പോൾ ഇഷിത ഇനി തിരിച്ചറിയില്ലേ. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം. ഏത് സംഭവിക്കാന്ന് പറയണം. മോൻ ധൈര്യമായിട്ട് പോയിക്കോ. എപ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഇതൊക്കെ അറിയേണ്ടതല്ലേ അവള്. ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പുറത്തു വരട്ടെ സത്യങ്ങളൊക്കെ. എത്ര നാളെന്ന് വെച്ചാൽ അത് മൂടി വെക്കണേന്ന് ചോദിക്കാം. അത് ശരിയാ അച്ഛ, പക്ഷെ എന്റെ ഉള്ളിൽ നല്ല വേദനയുണ്ടെന്ന് പറയണം. നീ ടെൻഷൻ അടിക്കാതെ പോകാൻ പറയണം.
അങ്ങനെ പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം കൂട്ടി ചിപ്പിമോളെ ഇഷിതനെയും കൂട്ടി മഹേഷ് പുറത്തേക്ക് പോവാണ്. പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിരുന്നു സ്വപ്നവല്ലിയുടെ രാമനാഥന്റെ ഉള്ളില്. രാമ എന്താവും രാമ, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണം. എന്തിനാ പേടിക്കണ സ്വപ്നം? എപ്പോഴാണ് നമ്മളെല്ലാത്തിനും ഫേസ് ചെയ്തല്ലേ മതിയാവുള്ളൂ. പിന്നെ ഇപ്പൊ അവനാണെങ്കിലോ നമ്മുടെ കൊച്ചുമോനെ അവരുടെ കൺട്രോളിലല്ലേ രചനയുടെ ആകാശിന്റെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അനുസരിക്കുമോ? ഒരു കാരണവശാലും അനുസരിക്കാൻ പോകുന്നില്ല. അവര് പറയുന്ന അവനനുസരിക്കത്തുള്ളൂ. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലോ. അവനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരായിരുന്നെങ്കിൽ നമുക്ക് അവനെ നോക്കായിരുന്നു. അവനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് മനസ്സിലാക്കായിരുന്നു. പക്ഷേങ്കിൽ ഇതിപ്പോ അവിടെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് പറയണം. എന്റെ രാമ, എനിക്ക് ഓർത്തിട്ട് ഒരു ഭയങ്കര ടെൻഷൻ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയണം. തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തേലും ഒരു മാർഗം ഉണ്ടോ എന്ന് നോക്കാന്ന് പറയണം. അങ്ങനെ അവരാകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ആകാശിന്റെ രചനയൊക്കെ ഹോട്ടലിലേക്ക് പോകാൻ തുടങ്ങുവാണ്. ആ സമയം രചന പറഞ്ഞു, അല്ല വരൂലോ അല്ലേ അവര്? വരാതിരിക്കും, ഉറപ്പായിട്ടും വരൂന്ന് പറയണം. വരാതിരിക്കാൻ പറ്റില്ല. പിന്നീട് ആദിയോട് പറഞ്ഞ, അറിയാലോ ആദി, നിനക്ക് കിട്ടുന്ന ഒരു അവസരമാണ്, മാക്സിമം നീ വിനിയോഗിച്ചോണെന്ന് പറയാം. അത് ഞാൻ ഏറ്റു, ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറയണം. ഉറപ്പായിട്ടും ആ ഇഷിതയ്ക്ക് 2 എണ്ണം കൊടുത്തോളാന്ന് പറയണം. കാരണം കൈയും കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നീ നിന്റെ നാവും കൊണ്ട് കൊടുത്താൽ മതി. നിനക്കറിയാലോ, നീ മഹേഷിനെ കൈകാര്യം ചെയ്ത രീതി നിനക്കറിയാലോ. അതുകൊണ്ട് ആ രീതിയിൽ അവളെ അങ്ങോട്ട് കൈകാര്യം ചെയ്താൽ മതി എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, എന്റെ അമ്മേനെ അടിക്കാൻ കൈ ഓങ്ങിയവളാ ആ സ്ത്രീയെ. അവരെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. ഈ പറയുന്ന ആദിക്ക് അറിയത്തില്ലല്ലോ, കുറച്ചു ദിവസം എനിക്ക് ബോധമില്ലാതെ ഓർമ്മയില്ലാതെ വന്ന സമയത്ത് തന്നെ നോക്കിയത് ഇഷിതയാന്നുള്ള കാര്യം. അങ്ങനെ അവര് പോകാനായിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആകാശ് രചനയോട് പറഞ്ഞു, ഇന്ന് അവൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. അവൾക്കിട്ട് മാത്രമല്ല മഹേഷിനിട്ടും എന്ന് പറയാണ്. ഈ സമയം മഹേഷും ഇഷിതയും ചിപ്പിമോളും കൂടെ ഹോട്ടലിലേക്ക് വന്നു. അങ്ങനെ അവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, അല്ല എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം. ചിപ്പിമോൾ അങ്ങനെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് നോക്കിയിട്ട് ഓരോന്നിങ്ങനെ ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങി. ഈ സമയം ഇഷിത പറഞ്ഞു, അതേ വേണ്ട, ഒത്തിരി ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കാൻ നല്ലതല്ലെന്ന് പറയണം. ഇത് കേട്ടതും ചിപ്പിമോൾ പറഞ്ഞു, ഒരു ദിവസത്തേനല്ലേ ഉള്ളെന്ന് പറയണം. ഇഷിത പറഞ്ഞു, അത് ശരിയാ. മഹേഷ് പറഞ്ഞു, ഒരു ദിവസത്തേനെ ഉള്ളെന്നൊക്കെ പറയും. ആ സമയം ഇഷിത പറഞ്ഞു, അതെ മേടിച്ചു കൊടുത്തേക്കാം. ഇനിയിപ്പൊ അവളുടെ ആഗ്രഹത്തിനൊന്നും എതിര് നിൽക്കണ്ട. നമുക്ക് ആകെപ്പാടെ ഒറ്റൊണ്ണല്ലേ ഉള്ളെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മഹേഷിന് നെഞ്ചൊന്ന് വിങ്ങി. ഒരാളല്ല വേറൊരാളും കൂടെ ഉണ്ട്. പക്ഷെ അത് പറയാനായിട്ട് എങ്ങനെ പറയും? അതിനുള്ള സമയമായിട്ടില്ല എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രചനയും ആകാശവും കൂടെ കടന്നു വരുന്നത്. അവരെ കണ്ടത് ഒരു നിമിഷം ഇഷിത ഇത് ഞെട്ടി. ഇഷിത ഇങ്ങനെ നോക്കുകയാണ് അവരെ. ആ സമയത്ത് മഹേഷിന് ഒരു പ്രശ്നമുണ്ടെന്ന് പറയണേ. എന്താ കാര്യം? എന്താ? നീ കഴിഞ്ഞ ദിവസം രചനയെ അടിക്കാനായിട്ട് കയ്യോങ്ങില്ലേ? അതിന് അവളോടൊന്ന് മാപ്പ് പറയണമെന്ന് പറയണ. ഞാൻ മാപ്പ് പറയണോ? എന്താ മഹേഷി പറയണമെന്ന് ചോദിക്കും. പ്ലീസ് ഇഷിത എന്ന് പറയണം. ഓഹോ, അപ്പൊ എന്നെ മനപ്പൂർവ്വം ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ എന്ന് ചോദിക്കണം. എങ്ങനെ തോന്നി മഹേഷ് എന്ന് ചോദിക്കണം. പെട്ടെന്ന് ഇഷിത അങ്ങോട്ട് ചാടി എഴുന്നേക്കണം. ഇഷിതയ്ക്ക് സങ്കടം ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇഷിത ആ കാഴ്ച കാണുന്നത്. അങ്ങോട്ടേക്ക് ഇഷാദ് അങ്ങോട്ട് വരുന്നു. ഇഷാദ് ആദ്യം എന്നുള്ള കാര്യം അറിയത്തില്ലോ. അവനെ കണ്ടത് ഒരു നിമിഷം ഇഷിത ഞെട്ടിപ്പോയി. കാരണം രചനയോടും ആകാശിനോടും ഒപ്പമാണ് അവനകത്തേക്ക് അങ്ങോട്ട് കയറി വരുന്നത്. ഒരു പക്ഷെ ഇവരുടെ മോനായിരുന്നു ഇത് എന്നൊരു ഞെട്ടൽ അവളുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഒരു പക്ഷെ നാളെ ആയിരിക്കും അവൾ ആ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. താൻ കുറെ കാലം സ്നേഹിച്ചുകൊണ്ടിരുന്ന ഇഷാദ് എന്ന് പറയുന്ന കുട്ടി മഹേഷിന്റെ രചനയുടെ ആദ്യത്തെ മകനാന്നുള്ള സത്യം അതൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തിന് ഇഷിതയുടെ പ്രതികരണം എങ്ങനെയാണെന്നും അറിയാൻ പറ്റില്ല. അതുപോലെ ചിപ്പിമോളും മനസ്സിലാക്കാൻ പോലും ചേട്ടനുണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.